ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് അടിപൊളി ഒരു ഉലുവാക്കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. കർക്കിടക മാസമാണല്ലോ. കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞികൾ ഉണ്ടാക്കി കുടിക്കുന്നത് ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ ഒരു ശീലമായിരുന്നു. അമ്മ വീട്ടില് എപ്പോഴും കർക്കിടക മാസമൊക്കെ ആകുമ്പോഴത്തേക്കിനും പലതരത്തിലുള്ള മരുന്ന് കഞ്ഞികൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൽ പല തരത്തിലുള്ള പച്ചമരുന്നുകൾ കൂട്ടിയിട്ടുള്ള കഞ്ഞികൾ ഉണ്ടായിരുന്നു. അതിലൊരു കഞ്ഞിയാണ് ഉലുവാക്കഞ്ഞി, അല്ലെങ്കിൽ ഉലുവ പായസം എന്ന് പറയാം. ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഉലുവ പായസം എന്ന് പറയാം. അപ്പോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾക്കൊരു കുക്കറിലേക്ക് 1 ഗ്ലാസ് ചുവന്ന പച്ചരി, അതായത് പായസത്തിന്റെ അരിയില്ലേ പച്ചരി, അതും 1/4 ഗ്ലാസ് ഉലുവയും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക കേട്ടോ. ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കുക. ഉലുവയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് കേട്ടോ. ഉലുവക്കഞ്ഞി നമ്മൾ കർക്കിടകത്തിൽ വെച്ച് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വളരെയധികം കൂടും കേട്ടോ. അസുഖങ്ങളൊക്കെ വരാതിരിക്കും. നടുവേദനയൊക്കെ മാറി കിട്ടും നടുവേദനയൊക്കെ ഉള്ളവർക്ക്. അപ്പൊ ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചതൊന്ന് വേവിച്ച് വെക്കണേ. അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2-3 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. 2-3 വിസിൽ അടിച്ചൊന്ന് വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് അത് വേകുമ്പോഴേക്കൊന്ന് ശർക്കര ഉരുക്കിയെടുക്കുക. ഒരു ഉണ്ട ശർക്കര മതി. ഇത്രയും അരിക്ക് ഒരു ഉണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പൊ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി വെന്തിട്ടില്ല, നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം. ഉലുവാക്കഞ്ഞി നമുക്ക് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ് കേട്ടോ. മലബന്ധം ഉള്ളവർക്ക് ഉലുവ നല്ലതാണ് കേട്ടോ, മലബന്ധം. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി ചെറിയൊരു തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടുപ്പ് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം നമുക്ക് 1 മുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ചർമ്മ സംരക്ഷണത്തിന് ഉലുവ നല്ലതാണ് കേട്ടോ. അതുപോലെ മലാശയ ക്യാൻസർ വരാതിരിക്കാൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് കേട്ടോ. കർക്കിടകത്തില് ഉലുവാക്കഞ്ഞി വെച്ച് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. 2-3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കേണ്ട. ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ഉലുവാക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം സ്വാദിഷ്ടമായ ഉലുവാക്കഞ്ഞിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതായത് നല്ല മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഉലുവാക്കഞ്ഞി ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വളരെ പോഷക സമൃദ്ധമാണ്, വളരെയധികം സ്വാദിഷ്ടവുമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു മരുന്ന് കഞ്ഞിയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ.